വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നോ ബേക്ക് ഡേറ്റ് കേക്കിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈന്തപ്പഴം ഞാനിവിടെ ഒരു 100 ഗ്രാം എടുത്തേക്കുന്നത്. കുരു കളഞ്ഞ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. അതൊരു ബോളിലേക്ക് ഇടുക. പക്ഷെ ഒരു 15 ഡേറ്റ്സാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കാം. അരക്കപ്പ് പാല്. അരക്കപ്പ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചൂട് പാല് ചേർക്കാം, നല്ല ബോയിലിംഗ് പാല് ചേർക്കാം. അല്ലെങ്കിൽ നോർമൽ പാല് ചേർക്കുവാണെങ്കിൽ മൈക്രോവേവിൽ വെക്കേണ്ടി വരും, ചൂടാക്കേണ്ടി വരും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തു. നല്ല ചൂട് പാലാണെങ്കിൽ ഇങ്ങനെ അടച്ച് ഒരു 15-20 മിനിറ്റ് മാറ്റി വെക്കുക. ചൂടില്ലാത്ത പാലാണെങ്കിൽ എപ്പോഴും മൈക്രോവേവിൽ വെച്ച് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ മൈക്രോവേവിൽ 1 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കാണാം. അത് ബേക്കിംഗ് സോഡ ഇടുമ്പോൾ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇടുന്നത് ഡേറ്റ്സ് നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടാണ്. ഇതിനി നന്നായിട്ട് ചൂട് പോകുന്നവരെ മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ബോളിലേക്ക് എടുക്കാം. മൈദ 1 കപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ അല്ലെങ്കിൽ കറുവാപ്പട്ട പൊടിച്ചത്. ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർക്കാം. ഇനി കുറച്ച് നട്ട്മെഗ്, ജാതിക്ക ഒന്ന് ചിരണ്ടിയും ചേർക്കാം. കുറച്ച് ഭാഗം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. നട്ട്മെഗ് നമ്മൾ ഏകദേശം ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ഡേറ്റ് മിക്സറിൻ്റെ ചൂടൊക്കെ പോയി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവനും ഇല്ല, എഗ് ബീറ്ററും ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഉപയോഗിക്കാതാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ചേർക്കാം. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഡേറ്റ് മിക്സർ ഇതുപോലെ കിട്ടും. ചെറിയ ഫൈൻ തരികളൊന്നും പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ മിക്സി ജാറിലേക്ക് ചേർക്കാം. നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഓയിൽ. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവറിന് ഓയിലിന് പകരം എനി ന്യൂട്രൽ ഓയിൽ ഉപയോഗിക്കാം. ഫ്ലേവർ അധികം ഇല്ലാത്ത ഓയിലുകൾ ഇത് ഉപയോഗിക്കാം. പൗഡേർഡ് ഷുഗർ. ഇതിനകത്ത് ഇച്ചിരി കട്ടകളൊക്കെ ഉണ്ട്, നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്, അതങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ, ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കാം. ഇതൊരു നല്ല മയത്തിന് വേണ്ടിയിട്ടാണ്. 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, എല്ലാം അരിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ പൊടിയിടാം. അപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഈ മിക്സർ ചേർക്കുകയാണ്. അതിനകത്തേക്ക് മൈദ ചേർക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഈ ഒരു അയവിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇടാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു 7 ഇഞ്ചോ 8 ഇഞ്ചോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു ബട്ടർ പേപ്പർ വെച്ച് ഇതേപോലെ ലൈൻ ചെയ്യുക.
അതിന് പകരം ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇച്ചിരി ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്യുക, എന്നിട്ട് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ടിന് ഇതേപോലെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് അവനില്ലാതെ ഏതെങ്കിലും കുക്ക് വെയറിനകത്താണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കുക്ക് വെയറാണ്. അപ്പോൾ നമുക്ക് ഇന്ന കുക്ക് വെയർ വേണമെന്നില്ല, ഏത് കുക്ക് വെയറിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി ചെമ്പിനകത്തോ ഏതിനകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അവൻ ഉപയോഗിക്കുന്നവർക്ക് സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ അവനിൽ വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ ഇതുപോലത്തെ റിങ് വെക്കുക. റിങ്ങിൻ്റെ മേലെ ഒരു പ്ലേറ്റ്, ഫ്ലാറ്റായിട്ടൊരു പ്ലേറ്റ് വെക്കുക. ഇത് അടച്ച് അപ്പം ബേക്കിംഗ് ടിൻ വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് 30 തൊട്ടും 40 മിനിറ്റ് സമയം വരെ എടുക്കും ബേക്ക് ആവാനായിട്ട്. അപ്പോൾ അവൻ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യുക. ചൂടായ അവനിൽ വെച്ചിട്ട് ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 40 മിനിറ്റോളമായി. ചെക്ക് ചെയ്യാം. അപ്പോൾ ക്ലീനായിട്ട് വന്നു. നമ്മളിങ്ങനെ ബേക്ക് ചെയ്യുമ്പം ബ്രൗണിങ് കുറവായിരിക്കും. ഇത് റെഡിയാണ്. ഓഫ് ചെയ്യാം. നമ്മൾ കുക്ക് വെയറിൽ നിന്ന് ആയപ്പോൾ തന്നെ മാറ്റിയായിരുന്നു. അപ്പോൾ ചൂട് ചെറുതായിട്ട് പോയി. നമ്മൾ ഓരോ കേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുമായിരുന്നു അവനില്ലാണ്ട് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അവൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാം. ഇതേപോലെ കിട്ടി. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അതിൻ്റെ ടെക്സ്ചർ കാണാനായിട്ട്. ഇതേപോലെ കിട്ടി. നല്ല സോഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ അവനില്ലാണ്ട് ഇതേപോലെ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുക്കിംഗ് ടൈം, നമ്മൾ ഉണ്ടാക്കുന്ന സമയം എപ്പോഴും വ്യത്യാസം വരാം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ കട്ടി, പാത്രത്തിൻ്റെ വലുപ്പം, തീയുടെ ചൂട് ഒക്കെ വെച്ചിട്ട് കുക്കിംഗ് ടൈം എപ്പോഴും വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നടുക്ക് ഒരു വുഡൻ സ്ക്യൂവർ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് കുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.